of God. God through evangelist Shaji Joseph. ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ സാധാരണ വിശ്വാസികൾ രോഗികളെ സൗഖ്യമാക്കും. ഈ സമയത്ത് ശരീരത്തിൽ വേദനകളുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാട്ടെ. ശരീരത്തിൽ വേദനകളുള്ളവർ ആമേൻ കൈവക്ക്. ശരീരത്തിൽ വേദന ഉള്ളവർ എഴുന്നേറ്റവർ ഈ സ്റ്റേജിലേക്ക് വന്നാട്ടോ. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 17-ാം വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ അവർ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വിശ്വസിക്കുന്നവർ കൈവച്ചാൽ സൗഖ്യം വരും. ദൈവം പറഞ്ഞ ഈ വാക്കിന് ആമേൻ പറയാൻ എത്ര പേര് തയ്യാറുണ്ട്? ഹല്ലേലൂയ. എന്നാൽ ആമേൻ പറഞ്ഞവർക്ക് ആമേൻ വാഗൊണ്ടല്ല പ്രാവർത്തിക തലത്തിൽ കാണിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ഓരോരുത്തരുടെയും പുറകിൽ നിൽക്കുക. ആമേൻ. ഓരോരുത്തരുടെയും പുറകിൽ നിന്നിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പുറകിൽ വന്ന് നിൽക്കുന്നവര് മുൻപിൽ നിൽക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമുള്ളവരാകുമെന്ന്. കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതിന് ഒരു മാറ്റവുമില്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ മണ്ഡലത്തിൽ നിൽക്കണം. ഹൃദയത്തിൽ നമ്മളുടെ മണ്ഡലം ദൈവരാജ്യമാണ്. നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക അവരുടെ വിഷയം എന്താണെന്ന്. ആ തോളിൽ കൈവയ്ക്കണം. നടുവിലാണെങ്കിൽ നടുവിൽ കൈവയ്ക്കണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് തോളിനോടല്ല, നടുവിനോടല്ല, പകരം അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന 6th കിങ്ഡത്തിലെ ആ വേദനയുടെ ഫോഴ്സിനോട് സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോകാൻ കൽപ്പിക്കുക. യേശു നിങ്ങൾ ചോദിച്ചോ, നിങ്ങളുടെ രോഗികളോട് ചോദിച്ചോ എന്നാ പറഞ്ഞു? ഇപ്പത്തേക്ക് ശക്തിയായ വേദന എടുത്ത് ഹാളിലേക്ക് കയറി അന്ന് ആ സമയം മുതലുണ്ടായിരുന്നു വേദന. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ തണുപ്പ് പോലെ അനുഭവപ്പെട്ടു. ഇപ്പൊ വേദന പൂർണ്ണമായി മാറി. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ ദാസനാണെന്ന് പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞേ? ശരിക്കും പറഞ്ഞ ഇങ്ങോട്ട് വന്നേ സഹോദരൻ, ഇങ്ങോട്ട് വന്നേ. ഈ ലോകം ഇദ്ദേഹത്തെ ഇതുവരെയും കർത്താവിന്റെ ദാസനായിട്ട് അഭിഷേകം ചെയ്തിട്ടില്ല. പക്ഷെ സ്വർഗ അഭിഷേകം ചെയ്തതാ. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗ അഭിഷേകം ചെയ്തതാ. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞ വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. രോഗിയും ചെല്ലുക, ഡോക്ടറും ചെല്ലുക. കരങ്ങളടിച്ചു വരുന്ന പ്രോത്സാഹിപ്പിച്ചാട്ടെ. അടുത്ത ശുശ്രൂഷ ജൂലൈ 9 മുതൽ 11 വരെ. നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ഈ മാധ്യമത്തിലൂടെ നിങ്ങളെ കാണുവാനിടയായതിൽ ദൈവത്തിൽ സന്തോഷിക്കുന്നു. പ്രിയരെ, മനുഷ്യർ തങ്ങളുടേതായ ചുരുങ്ങിയ കാലയളവിൽ ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഉതകുന്ന ഒരു വേദ പഠനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ഉദ്ദേശിച്ചും അതോടൊപ്പം തന്നെ വളരുവാൻ, ആത്മീയമായ ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചുമുള്ളതാണ്. പ്രിയ കർത്താവിദാസനെ ഇന്ന് ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനെ കുറിച്ച് അതിശക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നാം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ താഴെ 34 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കർത്താവ് യേശുക്രിസ്തു ശാസ്ത്രിമാരുടെ തർക്കത്തിന് പരിഹാരം കണ്ട ശേഷം അതൊരു ശാസ്ത്രിയുടെ എല്ലാ ചോദ്യവും കർത്താവ് യേശുക്രിസ്തു മറുപടി പറഞ്ഞതിന് ശേഷം ശാസ്ത്രി കർത്താവിനോട് തിരിച്ച് ജ്ഞാനത്തോടു കൂടെ മറുപടി പറഞ്ഞു എന്ന് കർത്താവ് കണ്ടിട്ട് അവനോട് പറയുകയാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഈ ശാസ്ത്രിയോട് പറഞ്ഞത് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല? ആ ഒരു ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവരാജ്യത്തോട് അടുത്തവരും ദൈവരാജ്യത്തോട് അകന്നവരും രണ്ട് ഒരു വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ആ വ്യക്തിയോട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറയുവാൻ കാരണം? കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞത് മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കൽപ്പനകളിൽ ഏറ്റവും വലിയത് ഏത്, പ്രധാനമായത് ഏത്? യേശു തിരിച്ചുത്തരം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതെ, നിന്നെപ്പോലെ തന്നെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. 10 കൽപ്പനകളെ യേശു 2ആക്കി ചുരുക്കി. എന്ന് പറഞ്ഞു, ഇതിൽ സകല കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു. ആമേൻ. ആ ശാസ്ത്രി യേശു പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്തു. അതെ,
യേശു പറഞ്ഞത് അങ്ങനെ തന്നെ ആ ശാസ്ത്രി റിപ്പീറ്റ് ചെയ്തു, ആവർത്തിച്ചു. ഇത് കണ്ടപ്പോൾ രാജാതി രാജാവായ യേശു പറയാ, നീ ദൈവരാജ്യത്തിൽ നിന്ന് ആകുന്നവൻ അല്ല. അല്ല. എന്താ അവിടുത്തെ മർമ്മം? അതെ. പ്രിയരെ, അത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ, നമ്മളിപ്പോൾ കിങ്ഡം ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിങ്ഡം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമല്ല, ജനങ്ങൾ ഭരിക്കുന്നതല്ല, രാജാവ് ഭരിക്കുന്ന കിങ് ഡൊമൈൻ. ആ അധ്യായം മുഴുവൻ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായം, അന്നത്തെ ദൈവദാസന്മാരുമായി കർത്താവായ യേശു ഇടപെടുന്ന രംഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അന്നത്തെ ദൈവദാസന്മാർക്ക് യേശുവിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, യേശുവിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. കാരണം ദൈവരാജ്യവുമായിട്ട് വന്ന യേശു തങ്ങളുടെ രാജ്യം, തങ്ങളുടേതായ അധികാരം തങ്ങളിൽ നിന്ന് നഷ്ടമാക്കി കളയും എന്നുള്ള ആ ഭയത്തോടെ യഹൂദന്മാർ, ഫാരിസേയർ, ഹേരോദ്യർ, സദൂക്യർ എല്ലാവരും യേശുവിനോട് മല്ലയുദ്ധം പോലെ വാക്കുകൾ യുദ്ധം നടത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതിൽ ഇടയിൽ ഒരു ശാസ്ത്രിയാണ് ഇങ്ങനൊരു കാര്യം പറയാനിടയായത്. ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ഫരീസേയ ശാസ്ത്രിയരൊക്കെ യഹൂദ ആ ഗണത്തിൽ കൂടിയവരാ. പ്രിയരെ, നമുക്കറിയാമല്ലോ, ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കേട്ടു മനസ്സിലാക്കി. ജനാധിപത്യത്തിൽ ജനം പറയുന്നതിനാണ് കാര്യം. ജനാധിപത്യത്തിൽ ജനം പറയുന്നതിനെ ഭരണാധികാരി ആമേൻ പറയും. ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ ഭരിക്കുന്ന സ്വയംഭരണത്തിൽ ജനങ്ങൾ പറയുന്നതിനെ ഭരണാധികാരി ഒപ്പുവയ്ക്കും. ഭൂരിപക്ഷമാണ് നോക്കുന്നേ. എവിടെയൊക്കെ ജനാധിപത്യമുണ്ടോ അവിടെ നോക്കിയാൽ മതി, അവിടെ എല്ലാം ഭൂരിപക്ഷമാണ്. ക്യാബിനറ്റ് കൂടി ഭൂരിപക്ഷത്തിന് ഭരണാധികാരി ഒപ്പുവയ്ക്കും. ഒപ്പുവെച്ചേ പറ്റൂ. പക്ഷേ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗാഡ് ജനാധിപത്യമല്ല, അത് കിങ് ഡൊമൈൻ. ദൈവം ഭരിക്കുന്നു, രാജാവ് ഭരിക്കുകയാണ്. രാജാതി രാജാവാ കർത്താവ് യേശു, കർത്താതി കർത്താവ് യേശു. യേശു ഒരിക്കലും ജനങ്ങൾ പറയുന്നതിന് ആമൻ പറയില്ല. യേശു ഒരിക്കലും ജനങ്ങൾ പറയുന്നതിനെ സൈൻ ചെയ്യില്ല. പകരം രാജാതി രാജാവായ യേശു പറയുന്നതിൽ ജനങ്ങൾ ആമേൻ പറയണം. അങ്ങനെ ഉള്ളവരാണ് ദൈവരാജ്യത്തിൽ കയറുവാനുള്ള യോഗ്യതകളിൽ ആദ്യ സ്റ്റെപ്പ് കടന്നു വരുന്നത്. ഈ അധ്യായത്തിൽ യഹൂദന്മാരുടെ പല കൂട്ടങ്ങളെ നമുക്ക് കാണാം. ഫാരിസേയരെ കാണാം, ഹെറോദ്യരെ കാണാം, സദൂക്യരെ കാണാം, ശാസ്ത്രിമാരെ കാണാം. എന്നാൽ ആദ്യം കാണുന്നത് ഫാരിസേയരെയാണ്. ഈ ഫാരിസേയര് നമ്മൾ വചനത്തിലൂടെ പ്രൂവ് ചെയ്യും. ഈ ഫാരിസേയര് യേശു തങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ യേശുവിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ അവർ നോക്കി. തുടർന്ന് ഹെറോദ്യരും സദൂക്യരും അല്ലെങ്കിൽ ഫാരിസേയരും ഹെറോദ്യരും കൂടെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ നോക്കി. അപ്പോൾ ഫാരിസേയര് പിടിക്കാൻ നോക്കുന്നു, ഹെറോദ്യര് വാക്കിൽ കൊടുക്കാൻ നോക്കുന്നു. പിന്നെ സദൂക്യരെന്ന് പറയുന്ന ഒരു കൂട്ടം, പുനരുദ്ധാനം ഇല്ല എന്ന് പറഞ്ഞൊരു കൂട്ടം, യേശുവിന് ആത്മമണ്ഡലവുമായി ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ കുടുക്ക് ചോദ്യങ്ങളുമായി വന്നു.
പക്ഷെ യേശു ആത്മമണ്ഡലത്തെക്കുറിച്ച്, ആത്മാവിന്റെ നായകനാ, ആത്മമണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അവർ സുല്ലിട്ട് പോയി. അതെ. അപ്പോൾ പ്രിയരെ, ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ശാസ്ത്രി നോക്കി നിൽക്കുകയാ ഇതൊക്കെ. ആ ശാസ്ത്രിയാണ് യേശുവിനോട് വന്ന് ചോദിച്ചത്, യേശുവേ, കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായത് ഏവ? ആമേൻ. യേശു പറഞ്ഞു, കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായത് ഒന്നാമത്തേത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. അതേപോലെ തന്നെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് ഒരു വ്യത്യാസം അവിടെ യേശു കാണുകയാണ്. മറ്റുള്ള ദൈവദാസന്മാർ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് വന്ന യേശുവിനെ ശ്രദ്ധിക്കുക. ദൈവദാസന്മാർ പറയുമ്പോൾ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരാ, ദിവസവും ദൈവത്തിന് സ്തോത്രം ചെയ്യും, ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരാ. അവര് ദൈവരാജ്യം പ്രസംഗിച്ചു വന്ന യേശുവിനെ, ദൈവരാജ്യത്തിന്റെ ഡയറക്ടറായവനെ പിടിക്കാൻ നോക്കുന്നു, കൊടുക്കാൻ നോക്കുന്നു, എങ്ങനെയെങ്കിലും വലിച്ചു താഴിടാൻ നോക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ശാസ്ത്രി മാത്രം പറയുകയാണ്, യേശു രാജാതി രാജാവ് എന്തു പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ്, നീ പറഞ്ഞത് ആ ശരി എന്ന് അതിൽ ആമേൻ അങ്ങ് പറഞ്ഞു. ഈ ആമേൻ പറഞ്ഞതോടുകൂടി യേശു പറയുക, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവൻ അല്ല. ആമേൻ. പ്രിയരെ, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം ദൈവരാജ്യത്തോടാകുന്നവരല്ല. ആമേൻ. ഈ നാളുകളിൽ നമുക്ക് വേണ്ടത് നമ്മളുടേതായ ബുദ്ധിയിൽ ചിന്തിച്ച് ഒരു സിസ്റ്റം ഉടലെടുപ്പിക്കുകയല്ല. പകരം ഓൾറെഡി സിസ്റ്റം എല്ലാം ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അതിനെ ആമേൻ പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെയുള്ളവരെയാ ദൈവത്തിന് പ്രസാദം, അങ്ങനെയുള്ളവരെയാ ദൈവത്തിന് വേണ്ടത്. രാജാവ് പറയുന്നതിന് ആമേൻ പറയുക. ഒരുപക്ഷെ നമ്മൾ വളരെയധികം ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കാം, പല പല പ്രവർത്തികൾ ചെയ്യുന്നതായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ അങ്ങോട്ടും അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഓടുന്നു, കർത്താവിന് വേണ്ടി പല പല പ്രവർത്തികൾ ചെയ്യുന്നു. കർത്താവ് തിരിച്ചു പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനും അല്ലെന്നേ. അപ്പോൾ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം, പ്രിയരെ, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് പലതും കർത്താവിന് വേണ്ടി ചെയ്യാം. കർത്താവ് പറയുന്ന അവരൊന്നും അല്ല. ഈ ഫാരിസേയരും ഇപ്പൊ കർത്താവിനെ കൊടുക്കാൻ നോക്കിയ ഫാരിസേയര് ദിവസവും ദേവാലയത്തിലാ. സദൂക്യരും എല്ലാവരും വേല ചെയ്യുകയാണ്. ഉപദേശങ്ങൾ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറയുകയാണ്, വലിയൊരു കൂട്ടം എന്ത് ചെയ്യുന്നു എന്നല്ല കർത്താവ് നോക്കുന്നത്. ആ വലിയൊരു കൂട്ടത്തിന്റെ ഉള്ളിൽ കർത്താവിനെ യഥാർത്ഥത്തിൽ രാജാവായി അംഗീകരിക്കുന്ന ചിലരൊരു കൂട്ടത്തിൽ കാണും. അവരുടെ കർത്താവ് പറയുന്നത്, നീ ദൈവരാജ്യത്തിനാകുന്നവനല്ല. അല്ല, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ലെന്നേ. പകരം എന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് ആമേൻ പറയുന്നവനാണെന്നേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അതിനാണ് ആമേൻ പറയുക. അത് അങ്ങനെ തന്നെയാണ്. എന്റെ സ്വന്തം ഇഷ്ടമല്ല ഞാൻ ചെയ്യാൻ പോണ, എന്റെ പിതാവിന്റെ ഇഷ്ടമാണ്. അതിന് ആമേൻ പറയുവാനായിട്ട് ഇടയാകണം. പ്രിയരെ, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, അത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് യേശു ചോദിക്കുക. ഉപമയായി ചില കാര്യങ്ങൾ അതിന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, അതിൻ്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞതെന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു, എന്നാൽ ജനത്തെ ഭയപ്പെട്ട് അവനെ വിട്ടുപോയി. അപ്പോൾ യഹൂദ പ്രമാണിമാര്, ഫാരിസയര്, യേശു ഈ ഉപമ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ട് അവർ മനം തിരിയാനല്ല ശ്രമിച്ചേ.
രാജാവ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ അതിനെ ക്രോസ് ചെയ്യാനും അതിനെ തർക്കിക്കാനും പോകത്തില്ല. പകരം മനം തിരിയും. ആരോടോ ദൈവം സംസാരിക്കുന്നു. രാജാവ് നമ്മളെക്കുറിച്ചുള്ള കുറവ് ചിലപ്പോൾ ഒരു പാസ്റ്റർ വഴിയായിരിക്കും, ഒരു സഹോദരി വഴിയായിരിക്കും, ഒരു സഹോദരൻ വഴിയായിരിക്കും പറയുന്നതെങ്കിൽ അതിനെ തർക്കിച്ച് ജയിക്കാനല്ല പോകേണ്ടത്. അങ്ങനെ പറഞ്ഞവനെ കഴുത്തറുത്ത് കളയാനല്ല പോകേണ്ടത്. പകരം നമ്മളെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ആ കുറവ് നമ്മളുള്ളിൽ നമ്മൾ മാനസാന്തരപ്പെടണം. പക്ഷേ അന്നത്തെ ദൈവദാസന്മാർ അതിനെ തുനിഞ്ഞില്ല. പകരം അവരോട് പറയാണ്, ഗ്രഹിച്ചിട്ട് അവർ അവനെ യേശുവിനെ പിടിപ്പാൻ അന്വേഷിച്ചു. ഞങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അത് യേശു ആയാലും ഞങ്ങൾ പിടിക്കും. അവർ യേശുവിനെ പിടിക്കാൻ അന്വേഷിച്ചാണ്. പ്രിയരെ, നമ്മളെക്കുറിച്ചുള്ള കുറവുകൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടിയാൽ, ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോഴാണ് ആ പാവപ്പെട്ട ദൈവദാസനെ ക്രൂശിക്കാനല്ല പോകേണ്ടത്. പകരം നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ മനസാന്തരപ്പെടുക, നമുക്കൊരു മാറ്റം അവിടെ സംഭവിക്കട്ടെ. അല്ല എങ്കിൽ പ്രിയരെ, ഒരല്പകാലം ഏതാനും ദിവസം ഈ തൊലി ചുളുങ്ങാതിരിക്കുന്ന ആരോഗ്യമുള്ള സമയത്ത് നമുക്കൊരു രാജാവിനെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ പ്രിയരെ, വലിയൊരു ദുരന്തത്തിലേക്ക്, തീ കുഴിയിലേക്ക്, തീ പൊയ്കയിലേക്ക് തള്ളപ്പെടുവാനായിട്ട് ഇടയാകും. നമുക്ക് മുമ്പ് അനേക പൂർവ്വപിതാക്കന്മാർ ഇവിടെ പലതും ചെയ്ത് കടന്നുപോയി. അവരെ ഒന്നും ആരും ഇവിടെ ഓർക്കുന്നു പോലുമില്ല. ഏതാനും ദിവസം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ച് തന്നത് ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ നല്ല മാതൃക കാണിച്ച് മുന്നോട്ടേക്ക് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. തുടർന്ന് പ്രിയരെ നമുക്ക് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞപ്പോൾ അനന്തരം, അതിന്റെ 13ാം വാക്യം വായിച്ചാട്ടെ. അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവന്റെ അടുക്കൽ അയച്ചു. ഇനി അടുത്തത്, ആദ്യത്തെ കൂട്ടർ യേശുവിനെ പിടിക്കാനാ നോക്കിയത്. അടുത്ത കൂട്ടർ പറയാം, അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവന്റെ അടുക്കൽ അയച്ചു. ശ്രദ്ധിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുന്ന യേശുവിനെ അവർ വെറുതെ വിടുന്നില്ല. അന്നത്തെ മതസംസ്കാരം, അന്നത്തെ ദൈവദാസന്മാർ യേശുവിനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നീ ഒന്നില്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം, നീ ഇങ്ങനെ സ്വതന്ത്രമായി ദൈവരാജ്യം പ്രസംഗിച്ച് ഞങ്ങൾ അതിനെ അനുവദിക്കുന്ന വിഷയം ഇല്ല. അവരെന്ത് ചെയ്തു? യേശുവിനെ വാക്കിൽ കൊടുക്കാൻ. ഏതെങ്കിലും ഒരു വാക്ക് ഇവന്റെ വായിൽ നിന്ന് വീഴും, അതിൽ പിടിച്ച് ഞങ്ങൾ ഇവനെ താഴെയിടും എന്ന ചിന്തയിലാണ് ഫാരിസേയർ. നിങ്ങൾ ചോദിക്കും ഫാരിസേയർ എന്ന് വെച്ചാൽ അന്നത്തെ ദൈവദാസന്മാരുടെ കാര്യം പറയുന്നത്, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവദാസന്മാർ. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ ഇന്ന് ദൈവദാസനായ ഞാനും എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, ഞാനൊരു ഫാരിസേയനാണോ എന്ന്. യേശുവിനെ കൊടുക്കാൻ നടക്കുന്ന യേശുവിൻ്റെ ദാസന്മാരെ, ദൈവവചനം സുവിശേഷം അറിയിക്കുന്ന, ദൈവരാജ്യം പ്രസംഗിക്കുന്ന സുവിശേഷകന്മാരെ കൊടുക്കാൻ നടക്കുന്ന ഒരു ഫാരിസേയനാണോ ഞാനെന്ന് ഞാൻ എന്നെ പരിശോധിക്കണം. എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ പരിശോധിക്കുക എന്നുള്ളത്. ഇത് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ആരെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്താട്ടെ. യേശുവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ കൊടുക്കാൻ ശ്രമിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും? അതോ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ക്രിസ്തുവാകുന്ന ശരീരത്തിൽ, ആ സഭയാകുന്ന ശരീരത്തിൽ എനിക്കും ഒരു ജോലിയുണ്ടോ, മറ്റുള്ള അവയവങ്ങളെ തകർക്കുകയല്ല എൻ്റെ ജോലി, പകരം അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് തലയാകുന്ന യേശുവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിക്കുകയാണ് എൻ്റെ ജോലി എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, ഇവിടെ യേശു തിരിച്ചുത്തരം പറയുകയാണ്. അവരോടൊരു കോയിൻ, ഒരു നാണയം കൊണ്ടുവരാൻ പറയുക. നാണയം കൊണ്ടുവന്നിട്ട് അവർ കൊടുത്തു. നാണയം ചോദിച്ചു, ഇതിൽ ആരുടെ മുദ്രയാണ്? അവർ ജനം പറഞ്ഞു, ഇതിൽ കൈസറുടെ മുദ്രയാണ്, സീസറുടെ മുദ്രയാണ്. അപ്പോൾ കർത്താവായ യേശു പറഞ്ഞു, സീസറുടെ മുദ്രയുള്ളതല്ലേ, സീസർക്കുള്ള സീസറിന് കൊടുത്തേരെ. ആമേൻ. പിന്നെ എൻ്റെ മുദ്രയുള്ളത് കൊണ്ട് അതൊക്കെ എനിക്ക്, ദൈവത്തിന്റെ മുദ്രയുണ്ടെങ്കിൽ ദൈവത്തിനും കൊടുത്തേരെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവം യേശുവോട് വളരെ മനോഹരമായി ഉത്തരം പറയുവാനായിട്ട് ഇടയായി. ആമേൻ. അപ്പോൾ
ഇത് കഴിഞ്ഞപ്പോഴാണ് ഇനി അടുത്ത ഒരു കൂട്ടർ വരുന്നത്, സദൂക്യർ. അതെ. അപ്പോൾ ഫാരിസേൻ്റെ കഴിഞ്ഞു, ഹെറോദിന്റെ കഴിഞ്ഞു, ഇത് അടുത്ത വരിക സദൂക്യർ വരികയാണ്. ഓരോരുത്തർ കൊടുക്കാനായിട്ട് വരവിരിയായിട്ട് നിൽക്കുകയും യേശുവിനെ കൊടുക്കുവാൻ. സദൂക്യർ വന്നിട്ട് ചോദിക്കുന്ന കാര്യം എന്താ? യേശുവിന് ആത്മലോകത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ചിന്തയിൽ അവർ വന്ന് ചോദിക്കുന്നത്. അവർ വന്ന് ചോദിക്കുകയാണ്, ഒരു സഹോദരിക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അതെ. സഹോദരിക്ക് 7 ഭർത്താക്കന്മാർ. ഈ 7 ഭർത്താക്കന്മാരുണ്ടായപ്പോൾ ഈ സഹോദരിയുടെ 1ാമത്തെ ഭർത്താവ് മരിച്ചു. മോശയുടെ നിയമപ്രകാരം സഹോദരൻ ഈ സഹോദരിയെ വിവാഹം കഴിച്ച് തൻ്റെ മരിച്ചുപോയ സഹോദരന് വേണ്ടി സന്തതികളെ ജനിപ്പിക്കണം. 2ാമത്തെ വിവാഹം കഴിച്ചു. അങ്ങനെ 2ാമത് വിവാഹം കഴിച്ചെങ്കിൽ 2ാമത്തെ വ്യക്തിയും മരിച്ചുപോയി. അതുവഴി 3ാമത്തെ വ്യക്തിയും ഈ സഹോദരി വിവാഹം കഴിച്ചു. അങ്ങനെ ഓരോരുത്തരും മാറി മാറി വിവാഹം കഴിച്ച് 7 പേര് വിവാഹം കഴിച്ച് 7 പേരും മരിച്ചു. അവസാനം ഈ സഹോദരിയും മരിച്ചു. ഇനി അവരുടെ ചോദ്യം ഇതാണ്, പുനരുദ്ധാനത്തിൽ യേശു കുടുങ്ങാൻ പോവാ എന്ന ചിന്തയിലാ ചോദിക്കുന്നത്. ആത്മരാജ്യത്തെക്കുറിച്ച് യേശുവിനൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ചിന്തയിൽ അവര് സദൃശ്യവാക്യത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്ത് വേറൊരുവനെ കാണുന്നു. അവര് ചിന്തിച്ചു അവരെ പോലെ ഉള്ളവനാണെന്ന് യേശു. പക്ഷെ യേശു ആത്മരാജ്യവും ഒരു കണക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. ഉടനെ യേശു തിരിച്ചു പറയുകയാണ്, പുനരുദ്ധാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്നല്ലേ? വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. പിന്നെ ഇവർ സ്വർഗദൂത തുല്യരായിരിക്കും. മാത്രമല്ല ഇവരുടെ പേര് മനുഷ്യപുത്രന്മാരെന്നല്ല, പിന്നെ ദൈവപുത്രന്മാരെന്നായിരിക്കും. അപ്പൊ യേശുവിന്റെ ഈ ചോദ്യം ഇത് കേട്ട് ഈ 3 കൂട്ടരോടും ഉത്തരം പറയുന്നത് കേട്ട് ഒരു ശാസ്ത്രി അവിടെ ഇങ്ങനെ മാറി നിൽക്കുക. ഈ ശാസ്ത്രി ഈ മാറി നിന്നിട്ട് ഈ ശാസ്ത്രി കടന്നു വരികയാണ്. ഈ ശാസ്ത്രി കടന്നു വന്നിട്ട് പറയുകയാണ്, വചനത്തിൽ പ്രധാനമായ കൽപ്പന ഏത്? ഉടനെ യേശു പറയുന്ന രംഗം നമ്മൾ ആദ്യമേ കേട്ടല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാം. അതാണ് ഏറ്റവും കാര്യം, ദൈവത്തെ സ്നേഹിക്കാം. കാരണം രാജാതി രാജാവാ ദൈവം, കർത്താതി കർത്താവാ. സ്നേഹിക്കാം. അപ്പോൾ തന്നെ പറയുകയാണ്, നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇത് യേശു പറഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു നമുക്ക് മനസ്സിലാക്കാം. വായിച്ചാട്ടെ, അതിന്റെ 28 മുതൽ താഴേക്ക് വായിച്ചാട്ടെ. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവിധം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. 2ാമത്തതോ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നല്ല ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ദൈവം ഒരുവനേയുള്ളൂ, അവനല്ലാതെ മറ്റൊരുവനുമില്ല. ശ്രദ്ധിച്ചേന്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്തു പറഞ്ഞോ അതിനെ ആ ശാസ്ത്രി ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുക. യേശു രാജാതി രാജാവ്. മറ്റുള്ളവർ അങ്ങനെയായിരുന്നില്ല. മറ്റുള്ള കൂട്ടർ തങ്ങളുടെ ഇഷ്ടങ്ങൾ യേശുവിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു, ആഗ്രഹിച്ചു. മനസ്സിലായോ? മറ്റുള്ളവർ ചെയ്ത ജനത്തിന്റെ ഇഷ്ടം രാജാവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും അതിന് കൂട്ടാക്കുന്നില്ലെങ്കിൽ നിന്നെ പിടിക്കും, നിന്നെ കുടുക്കും, നിന്നെ വലിച്ച് താഴെയിടും. ഇതിനാ വന്നേ. പക്ഷെ ഈ ശാസ്ത്രി അങ്ങനെയല്ല. ഈ ശാസ്ത്രി യേശു പറഞ്ഞതിനെ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചേ, ഇവിടെ ആദ്യം കർത്താവ് പറയാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ശാസ്ത്രി തിരിച്ചു പറയുക, നീ പറഞ്ഞ സത്യം തന്നെ, ദൈവം ഒരുവനെ ഉള്ളൂ. ആണോ? യേശു പറയുന്നു ആമേൻ. വേറൊരു സംസാരം അവിടെ ഇല്ല. വേറെ സംസാരമില്ല. ഞങ്ങളുടെ കൂട്ടം ഇങ്ങനെയാ പറയുന്നത്. എന്റെ അഭിപ്രായം ഇതാ, ദൈവരാജ്യമാണ്. യേശുവിന്റെ അഭിപ്രായം പറ, എന്റെയും നിങ്ങളുടെ അഭിപ്രായം പറയല്ലേ. യേശുവിന്റെ അഭിപ്രായം പറ. ഈ ശാസ്ത്രി നല്ലൊരു മാതിരി. ശാസ്ത്രി പറയാ, യേശുവെ നീ പറഞ്ഞത് അങ്ങനെ തന്നെയാ, നീ പറഞ്ഞത് അങ്ങനെ തന്നെയാ. ആമേൻ. ദൈവം ഒരുവനേ ഉള്ളൂ. മാത്രമല്ല നീ പറഞ്ഞതുപോലെ ആ 2 കൽപ്പന, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഈ യേശു പറഞ്ഞത് അങ്ങനെ തന്നെ. യേശു പറഞ്ഞതിന് ആമേൻ പറഞ്ഞപ്പോഴാണ് യേശു ഈ വ്യക്തിയോട് പറയുന്നത്, അതിന്റെ അർത്ഥം നീ എന്നെ രാജാവായി അംഗീകരിക്കുന്നു, നീ ദൈവരാജ്യത്തോടാകുന്നവൻ അല്ല.
പ്രിയരെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ശോധന ചെയ്താട്ടെ. യേശു ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പ്രൊവൈഡർ ആയിരിക്കാം, തരുന്നവനായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഹീലർ ആയിരിക്കാം, സൗഖ്യമാക്കുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. ഒരുപക്ഷെ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നത് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ആമേൻ. അല്ലെങ്കിൽ നമ്മളെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വിടുവിച്ച വ്യക്തിയാണ് യേശു. അങ്ങനെ ഒരു വിട്ടുവിക്കുന്ന വ്യക്തി മാത്രമായിട്ട് കാണുകയല്ല വേണ്ടത്. യേശു പാപികളെ രക്ഷിച്ചു, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഇതെല്ലാം യേശുവാണ്. പക്ഷെ ഇതിനെല്ലാം ഉപരി യേശു ദൈവരാജ്യത്തിന്റെ തലവനാണ്, രാജാതി രാജാവാ, കർത്താതി കർത്താവാ. ആ യേശു പറയുന്നതിനെ ചോദ്യം ചെയ്യാതെ ആമേൻ പറയുവാൻ പ്രിയ കുഞ്ഞേ നിനക്ക് കഴിയുന്നുവെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ നാളുകളിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നതിന് ആമേൻ പറയണം. എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവ് പറയുന്നതിന് ആമേൻ പറയുന്നവനാ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അതായത് അവന്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നതിനോട് ആമേൻ പറയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സമയത്ത് ഈ നാളുകളിൽ പലപ്പോഴും ദൈവദാസന്മാർ, ദൈവവചനം, സുവിശേഷം, ദൈവരാജ്യം പ്രസംഗിക്കുന്നവരെ അവർക്കെതിരെ നിങ്ങൾ തുനിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആമേൻ പറയാതെ തർക്കിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ, പകരം ദൈവത്തെ എതിർക്കുകയാ. ആ ഫാരിസയരെ പോലെ, ആ സദൂക്യരെ പോലെ, ആ ഹെറോദ്യരെ പോലെ എതിർക്കുവാനല്ല, പകരം ആ ഒരേ ഒരു ശാസ്ത്രി, അതിന്റെ ഇടയിലുണ്ടായിരുന്ന ഒരേ ഒരു ശാസ്ത്രി, അവൻ കടന്നു വന്ന് പറഞ്ഞു, നീ പറയുന്നതിന് ഞാൻ ആമേൻ പറയാണ്. പ്രിയ ദൈവദാസ, പ്രിയ സഹോദര, അങ്ങ് ചിലപ്പോൾ ഒരു സെൻട്രൽ പാസ്റ്റർ ആയിരിക്കാം, ഒരു സഭയെ നയിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരു സാധാരണ സഹോദരനോ സഹോദരി ആയിരിക്കാം, നിങ്ങൾ ആര് തന്നെയാകട്ടെ, നമ്മുടെ എല്ലാവരുടെയും മുട്ട് രാജാതി രാജാവിന്റെ മുമ്പിൽ, അവന്റെ വാക്കുകൾക്ക് മുമ്പിൽ മടങ്ങുവാനിടയാകണം. ആമേൻ. പ്രിയ ദൈവത്തിനുമേ ഒരു തീരുമാനവുമായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇതാ ഞാൻ യേശുവേ അങ്ങ് പറയുന്ന വാക്കിന് ആമേൻ പറയാൻ ഞാനിതാ എന്നെ ഏൽപ്പിച്ചു തരികയാണ്. പ്രിയരെ, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം അനുവദിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനൽ വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്.